കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 13 ശ്ലോകം 8 നമ്മൾ ചെയ്തത്. അതിൽ ഉദ്ധവൻ്റെ ചോദ്യം ആണ് നമ്മൾ ചെയ്തത്. ഇനി ഭഗവാന്റെ മറുപടിയാണല്ലോ നമ്മൾ മറുപടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുക. അപ്പോൾ ഉദ്ധവൻ്റെ ചോദ്യം എന്തായിരുന്നു? ഈ ഭൗതിക വിഷയങ്ങളൊക്കെ ആപൽക്കരങ്ങളും ദുഃഖം നൽകുന്നവയും ആണ് എന്നറിഞ്ഞിട്ടും അതറിഞ്ഞ മനുഷ്യർ പോലും എന്തിന് പിന്നെയും ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നു? ഇതിനെപ്പറ്റി അറിയണ വിദ്വാൻമാരും കൂടിയും ഇതിനെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോണത് എന്തുകൊണ്ടാണ് എന്നാണ്. ശരിയല്ലേ? എല്ലാം നമുക്ക് അറിഞ്ഞാലും നമ്മൾ നമ്മുടെ മോഹങ്ങൾ വേണ്ടാക്കണില്ല, അല്ലേ? അതാണ് ആപത്തുകൾ എത്ര അനുഭവിച്ചാലും ഈ മൃഗങ്ങളെ, വിശേഷബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ പോലെ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനെ വിഷയങ്ങളുടെ പിന്നാലെ പറ്റിക്കൂടുന്നുണ്ടല്ലോ. ഇതിനെന്താണ് കാരണം എന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പം ഇനി ഭഗവാനുവാച 9 കേട്ടോ. ശ്രീ ഭഗവാനുവാച അഹമിത്യന്യഥാ ബുദ്ധി പ്രമത്തസ്യ യഥാ ഹൃദി ഉത്സർപ്പതി രജോ ഘോരം തതോ വൈകാരികം മനഃ. നമുക്ക് നോക്കാം. പ്രമത്തസ്യ, അതായത് പ്രമാദം വന്ന ആൾ, അതായത് വിവേകം നഷ്ടപ്പെട്ട ഒരാൾക്ക് അഹം ഇതി, ഈ ഞാനാണ് എന്ന ദേഹാഭിമാനത്തിൽ ദേഹാഭിമാനം അന്യഥാ ബുദ്ധി, അതായത് ഇല്ലാത്തതിനെ ഉള്ളതെന്ന് വിചാരിക്കുക. അതാണ് അപ്പോൾ അതിൽ മിഥ്യാജ്ഞാനം, അതായത് ഇല്ലാത്തൊരൊന്ന് ശരിക്കുള്ളതാ വിചാരിക്കുക. ഹൃദി, മനസ്സിൽ, യഥാ ഉത്സർപ്പതി, എങ്ങനെ ഉണ്ടാകുന്നു, മനസ്സിലുണ്ടാകുന്നു. പിന്നെ തഥാ, ആ ഞാൻ എന്ന ഭാവം ഉണ്ടല്ലോ, ആ ഭാവം, ഞാൻ ദേഹാണെന്നുള്ള ഭാവം, ദേഹാഭിമാനം, വൈകാരികം സത്വഗുണപ്രധാനമായാലും മനഃ, മനസ്സിൽ, ഘോരം രജഃ, ദുഃഖരൂപമായ രജോ ഗുണം വ്യാപിക്കുന്നു. എന്താണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ, വിവേകം ഇല്ലാത്തൊരു മനുഷ്യന് ശരീരാഭിമാനം ഉണ്ടാവും. അതായത് വിവേകം വേണ്ടത്ര ഇല്ലാത്തൊരു മനുഷ്യന് ഞാൻ ശരീരമാണെന്നുള്ള അഭിമാനം ഹൃദയത്തിൽ ഉണ്ടാവണു. അപ്പോൾ സത്വവികാരമാണച്ചാലും മനസ്സിലേക്ക് അങ്ങനെ ദേഹാഭിമാനം കൂടുന്തോറും രജോ ഗുണം നമുക്ക് വർദ്ധിക്കുന്നതാണ് ഇതിൽ പറയണത് കേട്ടോ. അതായത് ശരിക്കുള്ള സത്യം അറിയാത്ത ഒരു ആൾക്ക്, അല്ലെങ്കിൽ വിവേകം, ഞാൻ ആത്മാവാണെന്ന് അറിയാത്ത ഒരാൾക്ക് ഞാൻ ആത്മാവിൽ നിന്ന് വേറെ ഈ ഞാൻ ദേഹമാണ് എന്നുള്ള അഹംബുദ്ധി ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഈ ദേഹാഭിമാനം ഉണ്ടാവുന്നത് കൊണ്ട് രജോ ഗുണം വളർന്ന് മനസ്സ് രജോ ഗുണം വളരും. അപ്പോൾ ദേഹാഭിമാനം, നമ്മൾ ആത്മാവാണെന്നുള്ള വിചാരം ഇല്ലാതെ ദേഹം തന്നെയാണെന്ന് വിചാരിച്ച് നടക്കും തോറും, ദേഹത്തിനോട് അറ്റാച്ച്മെൻറ്റ് കൂടുന്തോറും രജോ ഗുണ പ്രാധാന്യം വർദ്ധിക്കുന്ന രജോ ഗുണം വർദ്ധിക്കും. അതായത് രജോ ഗുണം വല്ലാതെ ഉണ്ടാവും നമുക്ക്. ദേഹാഭിമാനം, ദേഹത്തിനോടും ദേഹത്തിനെ സംബന്ധിച്ച്, അതായത് അഹന്തയും മമതയും കൂടുന്തോറും ആണ് രജോ ഗുണം വർദ്ധിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് സത്വവികാരമാണെച്ചാൽ പോലും അതായത് അതിൽ ശരിക്കും ഞാൻ അഹംബുദ്ധിയിൽ അങ്ങനെ ഒരു തെറ്റില്ലെങ്കിലും അത് ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ വികാരം കൊണ്ട് അത് രജോ ഗുണമായി തീരും. അതാണ് രജോ ഗുണം വർദ്ധിക്കും നമുക്ക് ദേഹാഭിമാനം കൂടുന്തോറും, അല്ലെങ്കിൽ ദേഹത്തിനോടും ദേഹത്തിനെ സംബന്ധിക്കുന്ന എല്ലാറ്റിനോടും അറ്റാച്ച്മെൻറ്റ് കൂടുന്തോറും നമുക്ക് രജോ ഗുണം വളരും. രജോ ഗുണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്യുക, അത് ലഭിക്കണം, അതിൻ്റെ സന്തോഷം, അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം, അങ്ങനെ അതുണ്ടാവുന്ന. ശ്രീ ഭഗവാനുവാച അഹമിത്യന്യഥാ ബുദ്ധി പ്രമത്തസ്യ യഥാ ഹൃദി ഉത്സർപ്പതി രജോ, ഘോരമായിട്ടുള്ള രജോ ഗുണം വർദ്ധിക്കുന്ന പറയണം. തതോ വൈകാരികം മനഃ, അത് തുടക്കത്തിൽ സത്വഗുണമാണെങ്കിലും പിന്നെ നമുക്കത് രജോ ഗുണമായി വർദ്ധിക്കും. വല്ലാതെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമ്പോഴേ. രജോയുക്തസ്യ മനസ സങ്കൽപ്പ സവികൽപ്പകഃ തത കാമോ ഗുണധ്യാനാൽ ദുസ്സഹസ്യാധി ദുർമതേ. എന്താ 10 പറയണേ?
ദുർമതേ, അതായത് അവിവേകിക്ക്, ദുർമതേഹേ അവിവേകിക്ക്, അതായത് വിവേകം, ദുർമതി പറഞ്ഞാൽ ചീത്ത ബുദ്ധി, അവിടെ അർത്ഥം വിവേകമില്ലാത്തവൾക്ക്, ഇല്ലാത്തവന്, രാജയുക്തസ്യ മനസ, രജോഗുണങ്ങളോടുകൂടിയ മനസ്സിൽ, സവികൽപ്പ, അതായത് ഇത് ഞാൻ ഇങ്ങനെ അനുഭവിക്കണം എന്നുള്ള ആ പല വിധത്തിലുള്ള പിന്നെ ആഗ്രഹങ്ങൾ, വികല്പം, സങ്കല്പ വികല്പങ്ങൾ, സങ്കല്പമുണ്ടാകുന്നു. അതായത് എനിക്കിങ്ങനെ തന്നെ വേണം, എനിക്കിത് ചെയ്യണം, എന്നിട്ട് ഇത് ലഭിക്കണം, എന്നിട്ട് എനിക്ക് ആ സുഖം അനുഭവിക്കണം, ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ടാകുന്നു എന്നാണ് പറയണത് കേട്ടോ. ആർക്കാ? വിവേകമില്ലാത്ത ആൾക്ക് രജോ ഗുണം വർദ്ധിക്കുമ്പോൾ നമുക്കത് വേണം, ഇത് വേണം, അങ്ങനത്തെ ആഗ്രഹം, സങ്കല്പ വികല്പങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നെ തതഹ, അതിൽ നിന്ന് ഗുണധ്യാനാത്, പിന്നെ ഗുണങ്ങളെ അപ്പം അതായത് ഗുണധ്യാനാത്, അതുകൊണ്ട് എന്ത് കിട്ടും, അങ്ങനെയുള്ള വിചാരം കൊണ്ട് ദുസ്സഹ, സഹിക്കാൻ സാധിക്കാത്ത കാമഹി, ആഗ്രഹവും സ്യാദ്, ഉണ്ടാകും. എന്താ പറഞ്ഞാൽ സങ്കല്പ വികല്പങ്ങളിൽ നിന്ന് ഇതെൻ്റെയാണ്, ഇത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ഭർത്താവിനാണ്, എൻ്റെ കുട്ടികൾക്കാണ്, എൻ്റെ സ്വന്തം സുഖത്തിനാണ്, ഇങ്ങനെയുള്ള പിന്നെ സങ്കല്പങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവും. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് രജോ ഗുണം നിറഞ്ഞ മനസ്സ് സങ്കല്പങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു കലവറയായിത്തീരുന്നാണ് പറയണത്. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ നമുക്ക് സങ്കല്പങ്ങൾ, ഞാൻ അങ്ങനെ ചെയ്യാം, അപ്പം എനിക്കത് ഇങ്ങനെ കിട്ടും, അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങൾ കൂടി, അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ സങ്കല്പ വികല്പങ്ങളെ കൊണ്ട് മനസ്സ് നിറയും രജോ ഗുണം വർദ്ധിക്കുമ്പോൾ. അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സഹിക്കാൻ വയ്യാത്ത ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ വ്യാമോഹം, നമ്മൾ ശരിക്കും തന്നെ മോഹിതരാവും. അതാണ് പറയണത്. അപ്പോൾ രജോ ഗുണം വർദ്ധിച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളാണ്, അത് സാധിക്കാൻ വേണ്ടി അത് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളോട് ദുസ്സഹമായിട്ടുള്ള ഒരു സഹിക്കാൻ വയ്യാത്ത ആഗ്രഹം എല്ലാറ്റിനോടും ഉണ്ടാവും. ഈ വിചാരിക്കുക മനോരഥങ്ങൾ, സങ്കല്പ വികല്പങ്ങൾ എന്താ പറഞ്ഞില്ലേ, അതൊക്കെ സാധിക്കണം എന്നുള്ള സഹിക്കാൻ സാധിക്കാത്തൊരാഗ്രഹം മനസ്സിലുണ്ടായിക്കൂടും രജോ ഗുണം വർദ്ധിച്ചാൽ. രജോയുക്തസ്യ മനസ സങ്കല്പ സവികൽപക തതക്കാമോ ഗുണധ്യാനാൽ ദുസ്സഹസ്യാധി ദുർമതേഹേ, അതായത് വിവേകമില്ലാത്തവർക്ക് കരോതി കാമ, ഇതൊക്കെ എനിക്ക് കിട്ടിയാലും ഇതൊന്നും അനശ്വരമല്ല എന്നൊക്കെ വിചാരിക്കാനുള്ള വിവേകം ഉണ്ടെങ്കിൽ അങ്ങനെ വർദ്ധിക്കില്ല. പക്ഷെ ആ വിവേകം ഇല്ലാത്തവർക്കാണ് ഇത് വർദ്ധിച്ച് അത് വേണം, ഇത് വേണം, നമ്മൾ കാണണ്ടല്ലോ. അതാണ് കരോതി കാമവശക കർമാണ്യ അവിജിതേന്ദ്രിയ ദുഃഖോദർക്കാണി സംപശ്യൻ രജോ വേഗവിമോഹിത. അപ്പം എന്താ വെച്ചാൽ കാമവശക, ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് അടിമയായിട്ട് അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത മനുഷ്യൻ, അജിതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയമില്ലാത്ത, ദുഃഖോദർക്കാണി, ഭാവിയിൽ ദുഃഖം നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അടങ്ങാത്ത ആഗ്രഹം കാരണം, ഇത് ദുഃഖത്തിന് വഴി തെളിയിക്കുമെന്ന് അറിഞ്ഞാൽ പോലും, സംപശ്യൻ, അറിഞ്ഞിരുന്നിട്ട് പോലും രജോവേഗ വിമോഹിത, ഈ രജോ ഗുണത്തിൻ്റെ പ്രചോദനത്തിൽ അടിമയായിട്ട് കർമ്മണി കരോതി, വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട് ഇങ്ങനെ കർമ്മങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ശരിക്കും തോന്നും അല്ലേ. അതായത് ഞാനൊരു ദിവസം പിന്നെ കുറച്ച് കാലം മുമ്പാണ് എന്താ വായിച്ചു, 25 വർഷമായിട്ട് വിവാഹം കഴിച്ച ഒരു സ്ത്രീ വേറെ ഒരു അവനേക്കാൾ വയസ്സ് കുറഞ്ഞ ഒരാളുടെ കൂടെ പിന്നെ ഈ ഒരു പ്രത്യേക കാരണമില്ലാതെ പിന്നെ വിട്ടുപോയി, അയാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഓരോ ദുഃഖങ്ങൾ വന്ന ഇങ്ങനെ ഉണ്ടായി, അവസാനം ആ സ്ത്രീ സ്വന്തം ജീവൻ കളഞ്ഞു. അങ്ങനെയൊക്കെ അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ, അതായത് ഇതൊരു ചെയ്യണത് അനർത്ഥം, അതുകൊണ്ട് അനർത്ഥം വരുന്ന ഉറപ്പുണ്ടായിട്ട്, ആപത്ത് വരുന്ന ഉറപ്പുണ്ടായിട്ടും ഈ ആഗ്രഹങ്ങളെ സഹിക്കാൻ വയ്യാത്ത ആഗ്രഹം കാരണം ആൾക്കാർ ചെയ്തു പോവും അല്ലേ. പല കാര്യങ്ങളും ചെയ്യരുതെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്താൽ ഭാവിയിൽ എന്തെങ്കിലും ദുഃഖം വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ട് പോലും ഈ രജോ ഗുണത്തിൻ്റെ തള്ളിച്ച കാരണം,
രജോ ഗുണത്തിന് തള്ളൽ കാരണം, പ്രചോദനം കാരണം ഈ വിഷയസുഖങ്ങളെ അനുഭവിക്കാനായിട്ട് ആൾക്കാർ എന്തെല്ലാം ചെയ്യും. അപ്പം എത്ര ഒരു ആപൽക്കരാണ് രജോ ഗുണം നമ്മൾ വർദ്ധിക്കാൻ സമ്മതിക്കണതാണ് പറയണത് കേട്ടോ ഇതിൽ. അതായത് എന്താ പറഞ്ഞറിയോ, ഈ വിഷയം, അതായത് അല്ലെങ്കിൽ കാമത്തിന് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അധീനനായിട്ടുള്ള വിവേകം നഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് ആപത്കരങ്ങളാണെന്ന് അറിഞ്ഞിട്ടും ഈ രജോ ഗുണത്തിൻ്റെ അമിതമായ പ്രചോദനം കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് മോഹിതനായിട്ട് ദുഃഖം വരുന്ന അറിഞ്ഞിട്ട് പോലും കാമ്യകർമ്മങ്ങളെ പിന്നെയും ചെയ്യുന്നു. കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. എന്തിന്? ഈ വിഷയസുഖങ്ങൾ ലഭിക്കാനായിട്ട്. അത് നമുക്ക് അരുതാത്ത കാര്യമാണെന്നും അത് ആപൽക്കരങ്ങളാണെന്നും അല്ലെങ്കിൽ ദുഃഖം നമുക്ക് തരുന്ന അറിഞ്ഞിട്ട് പോലും ആൾക്കാരെ അങ്ങനെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകുന്നു. രജോ ഗുണം വർദ്ധിക്കാൻ സമ്മതിച്ചാലത്തെയാണത്. അപ്പോൾ കരോതി കാമവശകന്മാരായിട്ട് എന്താ? ആഗ്രഹത്തിന് അടിമയായിട്ട്. കർമാണ്യ അഭിജിതേന്ദ്രിയ, അതോ ജിതേന്ദ്രിയന്മാരും അല്ല. അപ്പം പിന്നെന്താ? ദുഃഖോദർക്കാണി, ദുഃഖം തരുന്നതാണെന്ന് അറിഞ്ഞിട്ടും, സമ്പശ്യൻ വെച്ചാൽ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും രജോ വേഗവിമോഹിത, ഈ രജോ ഗുണത്തിൻ്റെ പ്രചോദനം അല്ലെങ്കിൽ പ്രേരണ കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടും കാമ്യകർമ്മങ്ങൾ. എന്നാൽ ഇനി നമുക്ക് 12 നോക്കാം കേട്ടോ. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീഹി പുനഃ അതന്ത്രിതോ മനോയുഞ്ജൻ ദോഷദൃഷ്ടിർന്ന സഞ്ജതേ. എന്താണ് 12 പറയണ വെച്ചാൽ, വിദ്വാൻ അതായത് വിവേകമുള്ള ഒരാൾ. ഇതിപ്പോൾ വിവേകമില്ലാത്ത ആളല്ലേ പറഞ്ഞ. യദപി ഒരു പക്ഷേ രജസ്തമോഭ്യാം രജസ്തമോ ഗുണങ്ങളാൽ ദോഷദൃഷ്ടി, അതായത് അത് ഞാൻ രജോ ഗുണവും തമോ ഗുണവും എനിക്കുണ്ടായാൽ അതെനിക്ക് നന്നല്ല എന്ന് അറിഞ്ഞിട്ട്, അത് ദോഷമാണെന്ന് അറിഞ്ഞിട്ട്, രജോ ഗുണം വർദ്ധിച്ചാലും തമോ ഗുണം വർദ്ധിച്ചാലും എൻ്റെ മനസ്സിന് അത് ദോഷമാണ് അല്ലെങ്കിൽ എനിക്കത് ദോഷമാണെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ദൃഷ്ടി പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി അതന്ത്രിത ആലസ്യമില്ലാതെ വീണ്ടും മനഃയുഞ്ജൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും വിവേകമുള്ള ആളെ. മറ്റ് വിവേകമില്ലാത്തതുകൊണ്ട് എന്തേ തോന്നിയ മനസ്സിലെച്ചാൽ അത് ചെയ്യണേ. എന്ന സജ്ജത ആ വിഷയങ്ങളിൽ ബന്ധപ്പെടുന്നില്ല ആണ് പറഞ്ഞത്. അതായത് എന്താ പറയുക വെച്ചാൽ, രജസ്തമസ്സുകൾ കൊണ്ട് നിറഞ്ഞതും പിന്നെ രജസ്തമോ ഗുണങ്ങൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും വിവേകം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കുള്ള ഈ രജോ ഗുണവും തമോ ഗുണം ഞാൻ വർദ്ധിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. അത് അനർത്ഥത്തിന് കാരണമാവുന്ന ഒരു വിവേകം വന്ന ഒരാൾ അങ്ങനെ ചിന്തിച്ചിട്ട് എന്തു ചെയ്യും? ഇതിനെ അങ്ങനെ വളരാൻ സമ്മതിക്കാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വളരെയധികം ശ്രമിക്കും. ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടും നല്ല കാര്യങ്ങളിൽ മനസ്സിനെ ചീത്ത കാര്യങ്ങളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടും സംസർഗത്തിൽ നിന്ന് മാറി നിന്നിട്ടും ഒക്കെ വിവേകമുള്ള ഒരാൾ ശ്രമിക്കും. അതായത് മനുഷ്യന് വിശേഷബുദ്ധി ഉണ്ടല്ലോ. അപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും വായിച്ചിട്ടും പറഞ്ഞിട്ടും പിന്നെ നമുക്ക് തന്നെ അനുഭവം കൊണ്ടും ബാക്കിയുള്ളൊരു അനുഭവം കൊണ്ടും ഒക്കെ ഞാനിങ്ങനെ ഒരു കൂട്ടം ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് എനിക്കതൊന്നും വേണ്ട, സന്തോഷമായിട്ട് ഇരിക്കുക മാത്രമേ വേണ്ടൂ എന്നൊക്കെ തോന്നാൻ ഉള്ള വിശേഷബുദ്ധി നമുക്കുണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം വിവേകം നഷ്ടപ്പെടാം. പക്ഷേ ഇതിൽ പറയണത് എന്താ വെച്ചാൽ, നമുക്ക് കുറച്ചൊക്കെ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ മനസ്സിലുണ്ടെങ്കിലും ഇത് വളർന്നിട്ട് എൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാനിങ്ങനെ ഇത് വളരാൻ സമ്മതിച്ച വേറൊരാളെ പോലെ അത് വേണം ഇത് വേണം അല്ലെങ്കിൽ എനിക്ക് ആ ആഗ്രഹം സാധിക്കും ഇങ്ങനെ ഞാൻ വിചാരിച്ചു തുടങ്ങിയാൽ അതെനിക്ക് ആപത്കരമായി തീരും. എനിക്ക് ആപത്ത് അതുണ്ടാക്കുന്ന മനസ്സിലാക്കിയിട്ട് പറ്റണത്രേ ഈ രജോ ഗുണത്തിനെയും ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ പിന്നെ ആഗ്രഹങ്ങളുണ്ടാവില്ലല്ലോ. ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പറ്റണത്ര നമ്മൾ ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും നമ്മൾ അകറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ബദ്ധനാവില്ല എന്ന്. അതാണ് ഇതിൽ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശ്രമവും ഭഗവാന്റെ അനുഗ്രഹം വേണം. എങ്കിലും അപ്പോൾ അറിവുള്ള ഒരാൾ മനസ്സും തമസ്സിനും ഒക്കെ ചിലപ്പോൾ ഒക്കെ നമ്മളതിനൊക്കെ ചിലപ്പോൾ വഴങ്ങി കൊടുക്കേണ്ടി വരും, നമ്മളെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ. പക്ഷേ വഴങ്ങി കൊടുത്താലും എപ്പോഴും
എപ്പോഴും ഇങ്ങനെ അലസനാകാതെ എന്ന് പറഞ്ഞു ഇല്ലേ, അലസില്ല അതന്ത്രിത പറഞ്ഞില്ലേ. അതായത് നമ്മൾ മടി കൂടാതെ നമ്മൾ ഈ അദ്വൈത സത്യം തന്നെ, അതായത് ഇതൊക്കെ നശ്വരാണ്, ഇത് നശ്വരാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ. അതിനാണല്ലോ വിശേഷ ബുദ്ധി. നമ്മൾ പലപ്പോഴും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അടിമയാവുന്ന നമുക്ക് തന്നെ അറിഞ്ഞാൽ പോലും ഒരു വിവേകമുള്ള ഒരാൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ അലസതയില്ലാതെ, എനിക്കിത് പറ്റില്ല, എനിക്ക് എൻ്റെ മനസ്സിന് അങ്ങനെ അലസത ഇല്ലാതെ അദ്വൈതത്തിനെ പറ്റി അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള എന്താണെന്നുള്ളതിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അതായത് എപ്പോഴും ഇങ്ങനെ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ ഏതൊരു സാധകനും സാധിക്കും സത്വഗുണപ്രധാനമാക്കാൻ മനസ്സിനെ എന്ന് നമ്മൾ പറയുകയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ വേണമെന്ന് വിചാരിച്ച ആലസ്യമില്ലാതെ പറ്റുന്നത്ര രജ തമോ ഗുണങ്ങളെ അകറ്റാൻ ശ്രമിച്ചാൽ ഒരു സാധകൻ അത് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ ഭഗവാൻ. അതായത് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ബദ്ധനാവില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അങ്ങനെ നമ്മളെ മനോനിയന്ത്രണം ചെയ്താൽ വിഷയങ്ങളിൽ ബന്ധപ്പെടില്ല പിന്നെ ആൾ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആലസ്യമില്ലാതെ നമ്മളതിന് ശ്രമിക്കണം. ഇനി 12 വായിച്ച് 13 വായിക്കാം. രജസ്തമോഭ്യം യദപി വിദ്വാൻ വിക്ഷിപ്തധീ പുനഃ അതന്ത്രിതോ മനോ യുഞ്ജൻ ദോഷദൃഷ്ടിർന സജ്ജതേ. അപ്ഞ് 13. ഇനി അങ്ങനെ ഇത് നമുക്ക് നല്ലതിനല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേറൊരു ഉപായം പറയുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഈ ദുര്യോധനൻ പറഞ്ഞ പോലെയാണ്, എനിക്ക് അധർമ്മം എന്താണെന്ന് അറിയാം പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റണില്ല, ധർമ്മം എന്താണെന്ന് അറിയാം പക്ഷെ ധർമ്മം ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞ പോലെ പറ്റണില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തോന്നുകയാണെങ്കിൽ സാധാരണ നിലയ്ക്ക് അതിൻ്റെ ദുഃഖദോഷാനുദർശനം കണ്ടാൽ നമ്മൾ അതിൻ്റെ വരാൻ പോകുന്ന ആപത്തുകളെയൊക്കെ പറ്റി നല്ലോണം ആലോചിച്ചാൽ നമുക്കത് ശരിയാവേണ്ടതാണ്. ഇനി അങ്ങനെ പറ്റാത്ത ഒരാൾക്ക് അതാണ് പറയുന്നത്. ദുഃഖദോഷാനുദർശനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളുടെ കാര്യമാണ് 13. അതാണ് വേണ്ടതെന്ന് പറഞ്ഞുല്ലോ 12. അപ്രമത്തോനുയുഞ്ജീത മനോമയ്യർപ്പയൻ ശനൈഹി അനിവിർണോ യഥാകാലം ജിതശ്വാസോ ജിതാസന. അതിനും ഭഗവാൻ വഴി പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. ഇപ്പം നമുക്ക് പറയാം, എനിക്കറിയില്ലേ എൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കാനോ ഒന്നും എനിക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് എനിക്കൊന്നും അറിയില്ല എന്ന്, എനിക്കതൊക്കെ വിഷമാണ്, എന്നെക്കൊണ്ട് അതൊക്കെ പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അപ്രമത്ത തെറ്റ് ചെയ്യാത്തവനും യഥാകാലം ജിതാസന, അതായത് 3 കാലങ്ങളിലും ജിതാസന ആസനസിദ്ധിയോട് കൂടിയവനും, മീൻസ് ശരിക്കും വേണം ആസനത്തിലിരുന്ന് പ്രാർത്ഥിക്കണേ. ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് 3 നേരവും രാവിലെയും ഉച്ചയ്ക്കും 3 സന്ധ്യകളിലും നല്ലോണം മടിയില്ലാതെ അവനോനെന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളെ പിന്നെ ഒരു ദിക്കിൽ ഇരുന്ന് ശ്വാസം, അതായത് പ്രാണായാമം ചെയ്യാൻ പറ്റിച്ച പ്രാണായാമം ചെയ്ത മനസ്സിനെ അടക്കാനേ അനിർവിണ്ണ ആലസ്യമില്ലാതെ, അതാ പ്രത്യേകം പറയുന്നുണ്ട്. മയി എന്നിൽ മനഃ മനസ്സിനെ ശനൈഹി പതുക്കെ അർപ്പിച്ചുകൊണ്ട് അനുയുഞ്ജീത, അങ്ങനെ അനുസന്ധാനം ചെയ്യണമെന്ന്. അപ്പോൾ ഭഗവാൻ അതിനും ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. എന്താ ഭഗവാൻ പറഞ്ഞു തരുന്നത്? അങ്ങനെ മനോനിയന്ത്രണം സ്വയം പറ്റുന്നില്ലെങ്കിൽ ഈ പ്രാണനെ നിയന്ത്രിച്ച്, അതായത് 3 നേരവും മനസ്സിനെ നിയന്ത്രിച്ച് പ്രാണനെ നിയന്ത്രിച്ച് എൻ്റെ മനസ്സിനെ മുഴുവൻ എന്നിൽ തന്നെ അർപ്പിക്കൂ. ആ സത്യത്തിനെ മറക്കാതെ അതിനെ എന്നിൽ അർപ്പിക്കൂ. ഈ യോഗമാണ് അത്. അങ്ങനെ ആയാലും മതി എന്ന് പറയാണ്. അതും ഭഗവാൻ നമുക്ക് നല്ലത് പറയണം. എന്താ പറയണേ? പിന്നെന്താണ്, ഒരു തെറ്റും നമ്മൾ വേണമെന്ന് ചെയ്യാതെ എന്ത് ചെയ്യുക, അപ്രമാദം എന്ന് പറഞ്ഞുല്ലോ. പിന്നെ അതായത് തെറ്റ് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരുതെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കില്ലേ, അതുപോലെ തെറ്റാണെന്ന് തോന്നുന്നത് ചെയ്യാതെ അപ്രമാദവും മടിയും കൂടാതെ, ഒരു മടിയും കൂടാതെ പിന്നെ നല്ല ഒരു ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് പ്രാണായാമം ചെയ്യണം. പ്രാണായാമം ചെയ്ത് പതുക്കെ ഭഗവാൻ പരമാനന്ദ സ്വരൂപനായ എന്നിൽ മനസ്സിനെ കംപ്ലീറ്റ്ലി അർപ്പിച്ച് ഏകാഗ്ര മനസ്സോടെ എന്നെ അനുസന്ധാനം ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കും
അതാണ് പറയണത്. എന്തായാലും സാധിക്കും. അതിപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. തന്നെ ഇങ്ങനെ നമ്മൾ യുക്തി കൊണ്ട് ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് മനസ്സിനെ ശാസിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ടൊന്നും പോരാ ഫലം എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്? ഭഗവാനെ ആശ്രയിക്കുക. അപ്പം നമ്മൾ 3 നേരവും വളരെ ഏകാഗ്ര ഭക്തിയോടുകൂടി ഭഗവാനോട് പറയുക. ഭഗവാനെ തന്നെ അനുസന്ധാനം ചെയ്ത് കുറച്ച് നേരമെങ്കിലും ഇരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഭാഗവതം കേൾക്കേ, ഭാഗവതം വായിക്കേ, നല്ല നല്ല കീർത്തനങ്ങൾ ചെല്ലുക. അപ്പോൾ ഒക്കെ നമ്മൾ ഭഗവാനെ വിചാരിക്കുകയാണെങ്കിൽ മതി. മനസ്സിനെ പോവാതെ നിർത്തിയാൽ മതി, പോരെ? അപ്പം നമ്മൾ നല്ല അർത്ഥമുള്ള കീർത്തനങ്ങൾ മലയാളമായാലും സംസ്കൃതമായാലും അല്ലെങ്കിൽ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് വേറെ ആ സമയത്ത് എങ്കിലും പോവില്ലല്ലോ. നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിൽ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഭഗവാനെ വിചാരിക്കുമ്പോൾ മനസ്സിന് ഭഗവാനെ വിചാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തിയാലും മതി. അങ്ങനെ നമ്മൾ മടിയില്ലാതെ അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നാലും നമുക്ക് ഇന്ദ്രിയജയം പതുക്കെ 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 ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്ന നേരത്തിൻ്റെ ദൈർഘ്യം കൂട്ടി വരുമ്പോൾ എന്തായി? മനസ്സിൽ വേറെ ഒന്നിനും സ്ഥലമില്ലാതെയാവും, സമയമില്ലാതെയാവും. അങ്ങനെ ആയാലും ആലസ്യം കളഞ്ഞ് സച്ചിദാനന്ദ സ്വരൂപനായ എന്നിൽ തന്നെ മനസ്സിനെ പതുക്കെ പതുക്കെ സമർപ്പിച്ച് അനുസന്ധാനം ചെയ്യാൻ മതി, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തവര് എന്നാണ് പറഞ്ഞത്. ഇനി 13 വായിച്ച് 14. അപ്രമത്തോനുയുഞ്ജീത മനോമയ്യർപ്പയൻ ശനൈഹി അനിർവിർണോ യഥാകാലം ജിതശ്വാസോ ജിതാസന. വേണ്ട പോലെ ഭഗവാനെ ഏത് തരത്തിലാണെങ്കിലും ഭഗവാനെ ഓർമ്മിക്കുക. ഇനി 14 കേട്ടോ. ഏതാവാൻ യോഗ ആദിഷ്ടോ മച്ഛിഷ്യൈ സനകാദിഭി സർവതോ മന ആകൃഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. ഇനി ഇതാണ് പറയണത്. ഇനി ഹംസഗീതമൊക്കെ പറയാൻ പോവുകയാണ് കേട്ടോ. 14. സർവത എല്ലാ വിഷയങ്ങളിൽ നിന്നും മനഃ ആകൃഷ്യ, മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാറ്റിനെയും പുറത്തുള്ള വിഷയങ്ങൾക്ക് മനസ്സിന് പോകുന്നത് നിയന്ത്രിച്ചിട്ട് മയി എന്നിൽ യഥ ശരിക്കും അധ ആവേശതയെ സാക്ഷാൽ എന്നിൽ തന്നെ സത്യമൂർത്തിയായി എന്നിൽ തന്നെ മനസ്സിനെ പ്രവേശിപ്പിച്ചിട്ട് ഏതാവാൻ യോഗ എന്ന ഇത് തന്നെയാവുന്നു യോഗം. അതായത് എന്നോട് ചേരുക. മച്ഛിഷ്യൈഹി എൻ്റെ ശിഷ്യന്മാരായ സനകാദിഭി സനകാദികളാൽ ആദിഷ്ട ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതന്നെയാണ് എൻ്റെ പ്രിയ ശിഷ്യന്മാരായ സനകാദികൾ ഉപദേശിച്ചിരിക്കുന്ന പറയണം. അതായത് ഈ എന്നിൽ തന്നെ മനസ്സിനെ അർപ്പിക്കുക എന്ന ഈ യോഗം, അങ്ങനെയാണ് ഭഗവാനായിട്ട് കൂടിച്ചേരുക. യോഗം ചെന്താ യൂണിയൻ അല്ലേ? യൂണിയൻ വിത്ത് ഭഗവാൻ, യുനൈറ്റ് വിത്ത് ഭഗവാൻ. ഹൗ ടു യുനൈറ്റ് വിത്ത് ഭഗവാൻ, അതാണ് യോഗം. യോഗം വെച്ചാൽ അതിൻ്റെ ഇതെന്താ? ഭഗവാനോട് ചേരുക. അപ്പോൾ എന്താണെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞാൽ ഈ യോഗം തന്നെയാണ്. അതായത് എന്നെ തന്നെ ധ്യാനിച്ച് 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 എന്നോട് ചേരുന്നതാണ് ഈ യോഗം. ഈ യോഗമാണ് എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സനകാദി മുനിമാർക്ക് ഞാൻ ഉപദേശിച്ചത്. സനകാദി മുനിമാർക്ക് ഞാൻ ഉപദേശിച്ചതും ഈ ഇപ്പം പറഞ്ഞ യോഗമാണ്. മനസ്സിനെ എങ്ങനെയാ യോഗം? മനസ്സിനെ ഈ ലോകകാര്യങ്ങളിൽ നിന്നും ഭൗതിക കാര്യങ്ങളിൽ നിന്നൊക്കെ ആകർഷിച്ച് സച്ചിദാനന്ദമൂർത്തിയായി എന്നിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ് യോഗം. ഉറപ്പിച്ച് നിർത്തുന്ന ആ യോഗം തന്നെയാണ് ഞാൻ സനകാദികൾക്കും ഉപദേശിച്ചതെന്ന് പറയുകയാണ്. അതാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കത് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അതായത് ഉദ്ധവനിൽ കൂടി നമുക്കും പറഞ്ഞു തരും. എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സനകാദി യോഗീശ്വരന്മാരാൽ എല്ലാ പുറത്ത് കാണുന്ന ബാഹ്യമായ എല്ലാറ്റിൽ നിന്നും മനസ്സിനെ ഈ ആമ പേടിയെ ശത്രുക്കൾ വരുമ്പോൾ കാലുകളെ അകത്തേക്കിന് വലിക്കൂലോ, അതുപോലെ പ്രത്യാഹാരം നമ്മൾ പറഞ്ഞുല്ലോ, അതൊക്കെ അഷ്ടാംഗയോഗത്തിൽ അതിന് പ്രത്യാഹാരം എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പ്രത്യാഹരിച്ച് സച്ചിദാനന്ദ സ്വരൂപനായ എന്നിൽ തന്നെ ഏകാഗ്രമാക്കുന്ന ആ യോഗം തന്നെയാണ് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. അവരും സനകാദി യോഗീശ്വരന്മാരാൽ ഭഗവാൻ തന്നെ അനുഗ്രഹം കൊണ്ടാണല്ലോ ആ സനകാദികൾക്ക് ഇങ്ങനെയുള്ള ഒരു യോഗം
സാധിക്കണം. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആദ്യത്തെ ശിഷ്യന്മാരെ പറയാം, എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സനകാദി യോഗീശ്വരന്മാരാലും ഈ യോഗം തന്നെയാണ് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 14 വായിച്ചിവിടെ നിർത്താം. ഇനി ഉദ്ധവൻ്റെ ചോദ്യമാണ്, അത് നമുക്ക് നാളെ ചെയ്യാം. ഉദ്ധവൻ ആദ്യം ചോദിക്കണ്ട. ഏതാവാൻ യോഗ ആദിഷ്ടോ മച്ഛിഷ്യൈ സനകാദിഭി സർവതോ മന ആകൃഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. എന്നെ തന്നെ നിരന്തര സ്മരണ, അതന്നെയല്ലേ ഗോപികമാരും ഒക്കെ ചെയ്തത്. അപ്പോൾ ഉദ്ധവൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉദ്ധവൻ ചോദിക്കും. എന്താണറിയോ, എപ്പോഴാണ് അങ്ങ് സനകാദി മഹർഷിമാരും എല്ലാവരെയും ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ സനകാദി മഹർഷിമാർക്ക് അങ്ങ് എപ്പോഴാണ് ഈ ഇത് ഉപയോഗിച്ചത്, എന്ത് രൂപം ധരിച്ചാണ് ഉപദേശിച്ചത് എന്നൊക്കെ ചോദിക്കും ഉദ്ധവൻ. അപ്പോഴാണ് ഹംസഗീത വരണത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.